ഹായ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അപ്സൈക്ലിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ. ഞാൻ മുമ്പ് അപ്സൈക്കിൾ ചെയ്ത് വെച്ചാൽ കുറച്ച് കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു മിനി ഫ്രോക്കായിരുന്നു. ഇത് ഞാൻ വേസ്റ്റ് ഭാഗം മാത്രം എടുത്തിട്ടാണ് ഈ ടോപ്പ് അടിച്ചത്. ഇതിങ്ങനെ ഫ്രണ്ട് കയറി ബാക്ക് ഇറങ്ങി അങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പാണ്. അതിൽ നിന്നുണ്ടായിരുന്ന നൂഡിൽ സ്ട്രാപ്പ് ഞാൻ ഇതിന് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഇതെൻ്റെ കസിൻ സിസ്റ്റർ മേടിച്ചു തന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മിനി ഫ്രോക്കായിട്ട് എന്തായാലും ഇടില്ല, പിന്നെ എന്തായാലും അപ്സൈക്കിൾ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാട്ടോ. ഇതിനെനിക്ക് ഭയങ്കര കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതെന്നോട് റെഡിമെയ്ഡ് ആണോ എന്ന് വരെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര കംഫർട്ടാണ്. ഇതെനിക്ക് ഒറ്റയ്ക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ക്രോപ്പ് ടോപ്പ് ഉള്ളിൽ, വൈറ്റ് ക്രോപ്പ് ടോപ്പ് ഞാൻ ഉള്ളിൽ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് വരുന്നത്. രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ തന്നെ സെയിം പോലത്തെ തന്നെയാണ്. മുകളിലൊരു കേപ്പ് വരുന്നുണ്ടെന്നുള്ളൂ, ഒരു ചെറിയ കേപ്പാട്ടോ. അത് സ്ലീവ്ലെസ് ആണ് ഉള്ളിലത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഈ കേപ്പ് ഇടും. ഇത് ഭയങ്കര ഭംഗിയാണിത് കാണാൻ. ഇത് എന്നോട് റെഡിമെയ്ഡ് ആണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഫുൾ ലെങ്ത് ഗൗണായിരുന്നു. ഇത് വേറൊരു കസിൻ സിസ്റ്ററിൻ്റെ ആട്ടോ. ഇത് 2 തരത്തിൽ സ്റ്റൈൽ ചെയ്യാം. അതിന് വേണ്ടിയാണ് ഞാൻ പിന്നിൽ ഒരു നോട്ട് കൊടുത്തേക്കണത്, ആ കേപ്പിൻ്റെ പിന്നിൽ. അപ്സൈക്കിൾ ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് AI വെച്ച് ജനറേറ്റ് ചെയ്തൊരു പിക്ചർ കാണിച്ചു തരുന്നത്. അത് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഞാൻ ആദ്യം കാണിച്ച യെല്ലോ ഡ്രസ്സിനേക്കാളും മുമ്പ് തയ്ച്ചതാട്ടോ ഇത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അങ്ങോട്ട് ഒരു 3-4 കൊല്ലം മുമ്പത്തെ ആട്ടോ ഈ ഡ്രസ്സ്. ആ സമയത്ത് ഞാൻ അടിച്ചിട്ടുള്ളതാണ്. ആ യെല്ലോ ഒക്കെ ഞാൻ ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. അത് ഞാൻ ഇപ്പോൾ എടുത്തടിച്ചത്. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ ഇത് സ്റ്റൈൽ ചെയ്യാം. ഇതും ഭംഗിയാണ്. പക്ഷെ ഞാനിങ്ങനെ അധികം ഇടാറില്ല. ഞാൻ ആദ്യം കാണിച്ച പോലെ ഇടാറുള്ളൂ. കാരണം ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കൈ പൊന്തിക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റോളാണ് ഞാൻ കൂടുതൽ ഇടാറ്. കാരണം കോളേജിൽ ഇട്ട് പോകാനൊക്കെ കംഫർട്ട് അങ്ങനെയായിരുന്നു. ആ കേപ്പിൻ്റെ പിന്നിലുള്ള നോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഇങ്ങനെ ഇടാം. അടുത്തതും ഒരു കസിൻ സിസ്റ്ററിൻ്റെ ഡ്രസ്സാട്ടോ. വേറെ കസിൻ സിസ്റ്റർ ആട്ടോ. ചേച്ചിമാരിങ്ങനെ കുറേ ഡ്രസ്സ് തരും കേട്ടോ, അപ്സൈക്കിൾ ചെയ്യാനും ഇടാനൊക്കെ. ഇതൊരു ഷോർട്ട് ടോപ്പ് കുർത്തിയായിരുന്നു. ഇതെന്തോ ഒരു ലെങ്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചെയ്തതാണ്. ഇതിൻ്റെ ഫോട്ടോസൊന്നും ഇല്ലാത്തതാണ്, എനിക്ക് ഓർമ്മയില്ല അതെന്താ ചെയ്തതെന്ന്. ഇതിന് വേസ്റ്റ് ഭാഗത്തിൻ്റെ അവിടെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 പ്ലീറ്റ്സൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഒരു നോർമൽ സ്ലീവ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ടൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തുണി ഇല്ലാത്ത കാരണം ഒരു ലൂപ്പാണ് കൊടുത്തത്. ഇത് എന്നോട് കുറേ പേര് ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തയ്ച്ചതാണോ എന്ന് കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എന്നോട് തയ്ച്ചതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയാണ്. ഈ കളറ് എനിക്ക് നല്ല ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേമാതിരി അടിയിലെ പോർഷനിലും കുറച്ച് ഡിസൈൻ വരുന്നുണ്ട്. ഇത് ലാസ്റ്റത്തെയാണ്. ഇത് ചേട്ടൻ്റെ ഷർട്ടായിരുന്നു. ഇത് ഞാനൊരു ക്രോപ്പ് ടോപ്പ് ആക്കിയതാണ്. ഇതിൻ്റെ സ്ലീവിന് കുറച്ച് പഫൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റത്ത് ഒരു എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ സ്ലീവ് കളയാൻ താല്പര്യമുണ്ട്. നല്ല മെറ്റീരിയലാണ്, നല്ല സുഖമാണ്, നല്ല ചൂട് കൊടുക്കുകയും ചെയ്യും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ചേട്ടന് പാകമാവാണ്ട് ഇടാണ്ടിരുന്നത്, അതുകൊണ്ട് വേറെ കേടും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടന് ഷർട്ടല്ലേ എന്ന്. ഞാനത് ഫിനിഷാക്കി അടിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. എനിക്ക് കഴുത്തിൻ്റെ അവിടെ ഫിനിഷാക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫിനിഷാക്കി അടിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഇപ്പോഴും ഞാൻ അടിച്ചിട്ടില്ല. എനിക്ക് തോന്നണേ ഇതായിരുന്നു ഞാൻ ആദ്യമായിട്ട് അപ്സൈക്കിൾ ചെയ്തൊരു ഷർട്ട് ഇതായിരുന്നു എന്ന് എനിക്ക് തോന്നണത്. അതിന്നായിരുന്നു പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്യാനുള്ള എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയത്. അപ്പോൾ ഇനിയും കുറേ അപ്സൈക്ലിംഗ് വീഡിയോസും കുറച്ച് വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബായ്.